എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പുല്ലിംഗവും സ്ത്രീലിംഗവുമായ എല്ലാ ബഹുവചന ശബ്ദങ്ങളോടും കൂടി വിഭക്തി പ്രത്യയം ചേർക്കുമ്പോൾ അവയെല്ലാം ഓം എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുഃഖാനയും പ്ലസ് മേ ദുഃഖാനോ മേ, നദിയാം പ്ലസ് ക നദിയോം ക, അല്ലേ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി രണ്ട് വിധത്തിലും കൂടി നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്, കുछ शब्दों के अंत में गण वृंद जन वर्ग दल लोग. അതായത് കുറച്ച് വാക്കുകളുടെ അവസാനം ഗണ വൃന്ദ് ജന വർഗ് ദൽ ലോഗ് ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ബഹുവചന രൂപം കിട്ടുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. വൃന്ദം, ഗണം, ജനം, വർഗ്, ദൽ. ദൽ എന്ന് പറഞ്ഞാൽ സമൂഹം, ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, വർഗ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ജനങ്ങൾ തന്നെ. വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം, സമൂഹം. ഗണം എന്ന് പറഞ്ഞാൽ സമൂഹം. അങ്ങനെയുള്ള ഗൺ, കൂട്ടം, സമൂഹം എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥി എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും വരിക? വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബഹുവചന രൂപം എന്തോരും കുട്ടികളെ? വിദ്യാർത്ഥി ഗൺ. പിന്നെ പാഠക്. പാഠക് എന്ന് വരുമ്പോൾ എന്താ വരുക? പാഠക് ഗൺ. സജ്ജ എന്ന് പറയുമ്പോൾ എന്താ വരുക? സജ്ജന് വൃന്ദ്. കേട്ടോ? ഉണ്ടോ? ഇതിലുള്ള ഓരോരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ബഹുവചന രൂപം കിട്ടും. ഗായക എന്ന് പറയുമ്പോൾ എന്താ വരിക? അതെ, പാട്ടുകാർ അല്ലേ? ഗായക വൃന്ദ്. ഗായക വൃന്ദ്. ഇനി ഗുരു. ഗുരു എന്ന് പൊതുവെ അറിയാം അല്ലേ? ഗുരുജൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഗുരുജൻ. ഇനി വിദ്വാൻ. വിദ്വാൻ വരുമ്പോൾ എന്താ വരുക? വിദ്ജനം, വിദ്ജൻ, വിദ്ജൻ. കേട്ടോ? വിദ്ജൻ. ദാപൗതി. ഇവിടെ ഹൽച്ചിനിടുമ്പോൾ ദാപൗതി വിദ്ജൻ. കേട്ടോ? വിദ്ജൻ. ഇനി ഇവിടെ പറയുന്നത് മിത്ര. മിത്രത്തിന് എന്തായിരിക്കും ഇവിടെ ഇതിൽ ചേർക്കുക? ഇതിലേതാ ശരിയാ കുട്ടികളെ? മിത്ര, മിത്രവർഗം അല്ലേ? അതുപോലെ ഇവിടെ സേന ദൽ അല്ലേ? സേന ദൽ. സേന ദൽ. രാജ എന്തായിരിക്കും? രാജ എന്ന് വരുമ്പോൾ വരിക കുട്ടികളെ? രാജ ലോഗ്. രാജ ലോഗ്. ധനി എന്ന് പറയുമ്പോൾ അതെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ധനി, ധനി ലോഗ് കേട്ടിട്ടില്ലേ? ധനി ലോഗ്. അപ്പം കണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങളോടുകൂടി ഗൺ, വൃന്ദ്, ജൻ, വർഗ്, ദൽ, ലോഗ് ഈ ശബ്ദം ചേർക്കുമ്പോൾ നമുക്ക് ബഹുവചന രൂപം കിട്ടുന്നു അല്ലേ? അപ്പം നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. ഇനി കണ്ടില്ല കുട്ടികളെ? ഇനി മറ്റൊരു നിയമമാണ്. എന്താ അത്? कुछ ऐसे
से कुछ ऐसे शब्द हैं जो हमेशा बहुवचन में ही प्रयुक्त होते हैं. ചില വാക്കുകൾ എപ്പോഴും ബഹുവചന രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. ലോക്, ദർശൻ, പ്രാൺ, ബാൽ, റാം, ഹോഷ്, സമാചാർ, ഭാഗ്യ, ആൻസു. കേട്ടോ, ഇത് എപ്പോഴും ബഹുവചന രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് ഏകവചന ശബ്ദങ്ങളും അതുപോലെ ബഹുവചന ശബ്ദങ്ങളും ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ എഴുതി ചേർത്തു. അത് ഞാൻ വായിക്കണമെങ്കിൽ വായിച്ചു തരാം. താര, താരെ, കുത്ത, കുത്തെ, കാണ്ഡ്, കാണ്ഡെ, കമറ, കമറെ, ചീത്ത, ചീത്തെ, कौवा, कौवे, कपड़ा, कपड़े, टुकड़ा, टुकड़े, बछड़ा, बछड़े, पहिया, 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 पहियाम എന്നാണ് കൂട്ടില്ല കേട്ടോ, पहियाम എന്നാണ്. चूहा, चूहे, गधा, गधे, पौधा, पौधे, लोटा, लोटे, बूढ़ा, बूढ़े, बहन, बहनें, बात, बातें, आँख, आँखें, बैंस, बैंसें, कलम, कलमें, गाय, गायें, रात, रातें, पुस्तक, पुस्तकें, किताब, किताबें, औरत, औरतें, सखी, सखियाँ, रीति, रीतियाँ, विधि, विधियाँ. വിധി, വിധിയ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? രാത്ത്, രാത്തേം, പുസ്തക്, പുസ്തകേം, കിതാബ്, കിതാബേം, ഔറത്ത്, ഔറത്തേം, സഖി, സഖിയാം, രീതി, രീതിയാം, വിധി, വിധിയാം. ഇനി അടുത്ത് നോക്കാം. थाली, थाली, थालियाम, तिथि, तिथियाम, नीति, नीतियाम, मक्खी, मक्खियाम, रोटी, रोटियाम, नारी, नारियाम, नदी, नदियाम, राशि, राशियाम, देवी, देवियाम, बुढ़िया, बुढ़ियाम, गुड़िया, गुड़ियाम, चिड़िया, चिड़ियाम, कुड़िया, कुटियाम, चूहिया, चूहियाम, कुतिया, कुतियाम, लता, लताएम, माता, माताएम, गौ, गौएम, धेनु, धेनुएम, शाला, शालाएम, वार्ता, वार्ताएम, कला, कलाएम, कथा, कथाएम, अध्यापिका, अध्यापिकाएम, कन्या, कन्याएम, महिला, महिलाएम, भावना, भावनाएम, സേവിക, സേവികായം. ഇതൊക്കെ ചെറിയ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്കും പറ്റും. ചെറുതായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഉണ്ടോ? ബഹുയെ, ബഹു, ബഹുയെ. കണ്ടല്ലോ, ബഹു, ബഹുയെ. बहु, बहुएं, लू, लुएं, वस्तु, वस्तुएं, वधु, वधुएं, धेनु, धेनुएं, बालक, बालक, मामा, मामा, दादा, दादा, विद्वान, विद्वान, मुनि, मुनि, भाई, भाई, टाकू, टाकू, साधु, साधु, विद्यार्थी, विद्यार्थी, हाथी, हाथी, पेड़, पेड़, फल, फल, फूल, फूल. പിന്നെ ഘർ, ഘർ കണ്ടല്ല. ഘർ, ഘർ, ആദ്മി, ആദ്മി, പിത, പിത, നാന, നാന, ലാല, ലാല, ചാച്ച, ചാച്ച, സേവക്, സേവക്. അടുത്തെന്താ? കവി, കവി. പതി, പതി, പക്ഷി, പക്ഷി,
मंत्री मंत्री, पेड़ पेड़, बिंदु बिंदु, पशु पशु, बाबू बाबू. ഇനി എന്താ ഭക്ത് ഭക്തജൻ, ഹിന്ദു ഹിന്ദു ലോഗ്, പാഠക് പാഠക് വർഗ്, ജൻ जनसमूह, नक्षत्र नक्षत्र मंडल, विद्यार्थी विद्यार्थी गण, सज्जन सज्जन वृंद, सज्जन सज्जन वृंद, छात्र छात्र समूह. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഞാൻ ഓടിച്ചു വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏകദേശ രൂപം പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഇതൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു.